തിരുമാതാംകുന്ന് അമ്പലത്തിൽ പൂരം തുടങ്ങിയിട്ട് ഇന്ന് 4-മത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഫ്രണ്ടും കൂടെ അങ്ങോട്ടേക്കാണ് പോണത്. പൂരത്തിനായിട്ട് മാത്രമല്ല, നമ്മൾ അതിൻ്റെ മുന്നേയും ഒരുപാട് വട്ടം പോയിട്ടുള്ള ഒരു അമ്പലമാണ്. ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇന്ന് 4-മത്തെ പൂരമാണ്. മൊത്തം 14 പൂരമാണുള്ളത്. അപ്പോൾ ലാസ്റ്റ് പൂരത്തിനും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ, ഇതാണ് മെയിനായിട്ട് കാണേണ്ടത്. ആ തിടമ്പെടുത്തിട്ട് ആനയുടെ ഇറക്കും കയറ്റും. പക്ഷേങ്കിൽ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം തന്നെ എടുക്കാൻ പറ്റുന്നില്ല, അത്രക്കും തിരക്കായിരുന്നു. ഭയങ്കര ക്രൗഡാണ്. 11 ദിവസം ഭയങ്കര തിരക്കാവും. വലിയ പൂരമാണ്. 11 ദിവസത്തെ പൂരം എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം വലിയ പൂരം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വരി നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. റോഡിലായിരുന്നു വരി. ഈ തല മുതൽ ആ തല വരെ വരിയാണ്. ആ പൊരി വെയിലത്ത് ആദ്യം നിൽക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലെ ഫുഡിൻ്റെ വികാരം അതൊരു വേറെയാണ്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറി. കുപ്പിവെള്ളം കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാൻ മേടിച്ചില്ല, ഫ്രണ്ട് മേടിച്ചു. പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് കയറുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു പാദസരത്തിൻ്റെ ഒരു സെക്ഷനിൽ ഒരു ചേട്ടൻ ഇരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ ഒരെണ്ണം മേടിക്കണം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചതാണ്. കാരണം ഞാൻ കാലിൽ അങ്ങനെ പാദസരം ഇടാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാദസരമൊക്കെ കാലിൽ പാസ്സാക്കി ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊന്നും തോന്നുന്നില്ല കേട്ടോ വീട്ടിലേക്ക്. ഇനി ലാസ്റ്റ് പൂരത്തിനും കൂടെ ഒന്ന്